बचपन ही से साइंस में रमन की गहरी दिलचस्पी थी. കുട്ടിക്കാലത്ത് തന്നെ രാമന് സയൻസിൽ അഗാധമായ താല്പര്യമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. वो काम करने से कभी न उकताते थे. वो അദ്ദേഹം കാം കർണേ സെ ജോലി ചെയ്യുന്നതിൽ കബി ഒരിക്കലും ന ഉക്താത്തേ ഥേ മടി കാണിച്ചിരുന്നില്ല. ഉക്താൻ പറഞ്ഞാൽ മടി കാണിക്കുക, മടുപ്പ് തോന്നുക, മുഷിപ്പ് തോന്നുക എന്നൊക്കെ അർത്ഥം. സുബഹ് സവേരെ ഉഠന और कुछ देर टहलना उनकी आदत में शामिल था. സുബഹ് സവേരെ സുബഹിക്ക് നേരത്തെ ഉഠന എഴുന്നേൽക്കുക, രാവിലെ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുക. അവർ കുച്ച് ദേർ ടഹൽന കുറച്ച് നേരം ഉലാത്തുക, നടക്കുക എന്നർത്ഥം. ഉൻകി ആദത്ത് മേ ഷാമിൽ ത അപ്പം നേരത്തെ നീച്ചിട്ട് കുറച്ചു നേരം നടക്കൽ അദ്ദേഹത്തിൻ്റെ പതിവിൽ, ഉൻകി ആദത്ത് മേ അദ്ദേഹത്തിൻ്റെ പതിവിൽ ഷാമിൽ ത ഉൾക്കൊണ്ടതായിരുന്നു. ഓ അദ്ദേഹം ഏക് അച്ഛേ ഉസ്താദ് ബി ഥേ അദ്ദേഹം വളരെ നല്ല ഒരു ടീച്ചർ കൂടിയായിരുന്നു. അപ്നെ തോലിബെ ഇൽമോ കാ ബഹുത് ഖയാൽ രഖ്തേ ഥേ അപ്നെ തൻ്റെ തോലിബെ ഇൽമോ കാ വിദ്യാർത്ഥികളെ ബഹുത് ഖയാൽ രഖ്തേ ഥേ വിദ്യാർത്ഥികളെ വളരെ ബഹുത് ഒരുപാട് വളരെ ഖയാൽ രഖ്തേ ഥേ ശ്രദ്ധിച്ചിരുന്നു. वो उनकी हर मुश्किल को दूर करने की कोशिश करते थे. वो അദ്ദേഹം ഉൻകി അവരുടെ ഹർ മുഷ്കിൽ എല്ലാ ബുദ്ധിമുട്ടും, ഹർ മുഷ്കിൽ കോ എല്ലാ ബുദ്ധിമുട്ടുകളെയും ദൂർ കർണേക്ക് ദൂരത്താക്കുന്നതിന് വേണ്ടി, അത് വിദൂരത്താക്കാൻ, ഒഴിവാക്കാൻ കോഷിഷ് കർത്തേ ഥേ പരിശ്രമിച്ചിരുന്നു. തൻ്റെ വിദ്യാർത്ഥികളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു എന്ന ആശയം. ഓ അപ്പനി ധുൻകെ പക്കെ, ധുൻക പക്ക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷയത്തിൽ മുഴുകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തയിൽ മുഴുകുന്ന ആൾ, അതിലിങ്ങനെ കൂടിയിട്ട് നിൽക്കുന്ന ആൾ. ചില ആൾക്കാരുടെ ഒരു കാര്യം ചെയ്താൽ ഫുള്ളാക്കാതെ വേറെ കാര്യം ചെയ്യുക, അങ്ങനെയല്ല. ധുൻക പക്ക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്ത ഒരു കാര്യത്തിൽ അതിങ്ങനെ മുഴുകിക്കൊണ്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ധുൻക പക്ക അവർ വക്ത് പാബന്ദത്തെ, അതുപോലെ തന്നെ സമയത്തിന് കൃത്യമായിരുന്നു. രമൻ കോ മ്യൂസിക്കി സെ ഭി ഗഹരി ദിൽചസ്പി ഥി രാമന് മ്യൂസിക്കിനോടും അഗാധമായ ഇഷ്ടമുണ്ടായിരുന്നു. മുഖ്തലിഫ് കിസ്ം കെ സാസോ കോ സുന്നേ കാ ഉനേ ബഹുത് ഷൗഖ് ഥാ വ്യത്യസ്ത തരത്തിലുള്ള വാദ്യങ്ങൾ കേൾക്കൽ. മുഖ്തലിഫ് കിസ്ം കെ സാസോ വ്യത്യസ്ത തരത്തിലുള്ള സംഗീതവാദ്യങ്ങൾ സംഗീതവാദ്യങ്ങളെ സുന്നേക്ക കേൾക്കുന്നതിൻ്റെ ഉനേ ബഹുത്ത് ഷൗഖ് ത അപ്പോൾ കേൾക്കുന്നതിന് അദ്ദേഹത്തിന് വളരെ ബഹുത്ത് ഷൗഖ് ത ഒരുപാട് ആഗ്രഹമായിരുന്നു. म्यूसिकी के उसी शौक़ ने आवाज़ की लहरों की तरफ उन्हें मुतवज्जा किया. മ്യൂസിക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ, ലഹറോ എന്ന് പറഞ്ഞാൽ തരംഗം, അതിൻ്റെ നേരെ, ലഹറോ കി തൊറഫ് ശബ്ദതരങ്ങളുടെ നേരെ ഉനെ അദ്ദേഹത്തെ മുതവജ്ജ കിയ മുന്നിടിച്ചു. ആകെ ചൽക്കർ മുന്നോട്ട് പോയിട്ട് ഉനോനെ അദ്ദേഹം ആവാസ് സെ മുതല്ലിഖ് ബഹുത് സെ തജ്രിബെ കിയെ മുന്നോട്ട് പോയിട്ട് അദ്ദേഹം ശബ്ദവുമായി ആവാസ് സെ ശബ്ദത്തിൽ നിന്ന് മുതല്ലിഖ് ശബ്ദത്തിനോട്, ആവാസ് സെ എന്ന ശബ്ദത്തിനോട്, മുതല്ലിഖ് ശബ്ദത്തിനോട് ബന്ധപ്പെട്ട ബഹുത്ത് സെ ഒരുപാട് തജ്രിബെ കിയെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. രമൻ കാ ദിൽ സി വി രാമൻ്റെ മനസ്സ് ബച്പൻ സേ ഹി കുട്ടിക്കാലത്ത് തന്നെ രംഗ് നിറം അവർ റോഷനിക്ക് തൊറഫ് പ്രകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഖിഞ്ചിത്താത്ത ആകർഷിച്ചിരുന്നു. രംഗ് ബിരംഗ് വ്യത്യസ്ത നിറങ്ങളിലുള്ള फूलों, तितलियों और पत्थरों को जमा करने उन्हें बहुत पसंद था. വ്യത്യസ്ത നിറത്തിലുള്ള
ഫൂലോ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ, തിത്തിലിയോ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകൾ, അവർ പത്തറോ കല്ലുകൾ, അവയൊക്കെ ജമാ കർണ ഒരുമിച്ച് കൂട്ടൽ ഉനെ അദ്ദേഹത്തിന് ബഹുത്ത് പസന്ത് ഥാ വളരെ ഇഷ്ടമായിരുന്നു. ഉനോന്നെ ഉൻ പർ തജ്രിബാത്ത് ബി കിയേ അദ്ദേഹം അതിന്മേൽ പരീക്ഷണങ്ങളും ചെയ്തു നടത്തി. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ വളരെ ഉഷാറായിട്ട് അർത്ഥം വെച്ചിട്ട് തന്നെ പഠിക്കുക. ഇതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് എന്നെടുത്ത ആദ്യത്തെ പാരഗ്രാഫ് മലയാളത്തിൽ അതിൻ്റെ ആശയം ഓരോ വരികൾ ഉറുദുവിൽ എഴുതിയതിന് ശേഷം അതിൻ്റെ ഇടയിൽ ആശയം എഴുതിയിട്ട് ഇന്ന് അയക്കുന്ന വർക്കിൽ അപ്ലോഡ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.